നിങ്ങൾ ഈ കാണുന്ന കൊച്ചു വീടിനെ നമ്മൾ ഇന്നൊരു ലക്ഷൂറിയസ് 5 സ്റ്റാർ റിസോർട്ടായിട്ട് മാറ്റാൻ പോവുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മിസ്റ്ററി ബോക്സ് അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോണത്. 42 ദിവസവും ലക്ഷക്കണക്കിന് വിലയുള്ള ഈ ഒരു കിടിലൻ റിസോർട്ട് നമ്മൾ വിൽക്കാൻ പോകുന്നത് കേവലം 1 രൂപയ്ക്കാണ്. മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ മറ്റൊരു വീഡിയോക്കായി ഒരുപാട് സ്നേഹം നിറഞ്ഞ കുറെ അധികം ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഈ ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് ഈ ഒരു അപ്പച്ചനെയും അമ്മച്ചിനെയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫാമിലി. അച്ഛൻ, അമ്മ, കല്യാണം കഴിഞ്ഞ 2 പെൺകുട്ടികൾ, സ്മോൾ ഹാപ്പി ഫാമിലി. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. 8 വർഷമായി ഈ വീട് ഈ ഓലപ്പര ഉണ്ടാക്കിയിട്ട് അത് ഏത് സമയത്ത് നിലമ്പത്തുന്നുള്ളത് അറിയാൻ പറ്റില്ല. താമസിക്കാനായിട്ട് ഒരു ഷെഡായിട്ട് കിട്ടിയാലും ഞങ്ങൾക്ക് വളരെ തൃപ്തിയാണ്. 2 ദിവസം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടില്ല. ഞങ്ങൾ ഭാര്യയുടെ കാര്യത്തിൻ്റെ വീട്ടിൽ കിടന്നത് ആകെ ചോർച്ചയാണ്. പാചകം ഈ കാണുന്ന സ്ഥലത്തില് ഇതാ തന്നെയാണ് പാചകം. ഇപ്പൊ തൽക്കാലം വിറക് കഴിഞ്ഞു. അപ്പൊ ഇതാ ഓലയിട്ട് കത്തിക്കാണ്. വിറക് കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ ഇതാ അവിടെ വയ്ക്കും. ചട്ടിയും പാത്രവും വെള്ളം കൂടെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം 2 കട്ടിലാണ്. ഇതിൽ ഞാൻ കിടക്കും. 2 മക്കള്, 2 മകളും വരുമാനം ഇവിടെ കിടക്കും. ഭാര്യ അവിടെ കിടക്കും, ഈ താഴത്ത് കിടക്കും. ഇത് ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഇതിന്റെ പുക വെക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ വേറെ സൗകര്യം ഇല്ലല്ലോ. ഈ കത്തിക്കുന്ന പുക മുഴുവൻ ഇങ്ങനെ പോയാൽ ആ കരി മുഴുവൻ അവിടെ കിടക്കാനില്ല. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു ദിവസമെങ്കിലും അന്തി ഉറങ്ങാനുള്ള ഒരു സൗകര്യമായിട്ട് കിട്ടിയാൽ മതി. വേറെ ഒരു ആഗ്രഹമൊന്നുമില്ല. അപ്പച്ചന് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഈ ഒരു വീഴാറായ വീടും ഇത്രയും ചെറിയ സ്ഥലവും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്ന ചെറിയൊരു പ്രദേശമാണ്. ആയിരക്കണക്കിന് കണ്ണുകൾ. അതുകൊണ്ട് തന്നെ സർപ്രൈസ് കൊടുക്കണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. സോ പ്ലാൻ പ്രകാരം ഒരു എലി പോലും കേറാത്ത രീതിയിൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം ഫുള്ളി സീൽ ചെയ്തു. പ്രൈവസി കിട്ടിയത് നമ്മൾ വീട് ഓരോന്നായി ഡിസ്മാൻഡ്ലിംഗ് തുടങ്ങി. എനിക്കിപ്പോഴും അറിയില്ല അപ്പച്ചനും അമ്മച്ചി ഈ വീട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്തെന്ന്. പാമ്പും പഴുതാരയും ഒഴികെ ബാക്കി എല്ലാ സാധനവും അതിനകത്ത് നിന്ന് കിട്ടി. അങ്ങനെ 2 ദിവസം എടുത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും സ്മൂത്ത് ആയിട്ട് നടക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിൽ എന്തോ ഒരു വശപ്പശ കൊണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നല്ല ലക്ഷണങ്ങൾ തന്നെയാണ്. അവിടെ ഇവിടെയും പോയി കിടന്നിട്ടാണ് ഒരു വഴിയില്ലാണ്ട് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്തു കൊടുത്താലും നിങ്ങൾക്ക് 2 പേരും അസുഖമുള്ള ആൾക്കാരാണ്. അവർക്ക് 2 പേർക്കും പണിക്കുക. അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് ഇപ്പോൾ ചെയ്യാൻ പ്ലാൻ ഇട്ട കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അടപ്പട്ടെല്ലാം ഒരു ചേഞ്ച് വേണം. ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി റിച്ച് ആവണം. പ്ലാൻ തന്നെ കംപ്ലീറ്റ്ലി റീകൺസ്ട്രക്ട് ചെയ്തു. 1 ആഴ്ച കൊണ്ട് പണി തീർക്കാൻ വന്ന ഞാൻ ഇന്നേക്ക് 2 ആഴ്ച. ട്വിസ്റ്റ് ഇല്ലാണ്ട് എന്ത് നിക് വ്ലോഗ്സ്. എല്ലാവർക്കും ട്വിസ്റ്റ് കൊടുക്കുന്ന എനിക്ക് കിട്ടി 1.5 സർപ്രൈസ്. സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓല സ്കൂട്ടർ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ നിക് വ്ലോഗ്സിൽ പോവുക. അവിടെ എജു താലിം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഓല സ്കൂട്ടറിന്റെ ഗീവ് അവേയിൽ പങ്കെടുക്കുക. റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ സിമ്പിൾ ആണ് സുഹൃത്തുക്കളെ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ആ റീലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വെറും 15 ദിവസം കൊണ്ട് ഓല സ്കൂട്ടർ നിങ്ങളുടെ മുറ്റത്തിരിക്കും. അതും പോരായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് അടിക്കുന്ന 5 പേർക്ക് എന്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാകുന്നതാണ്. ഇപ്പൊ തന്നെ കമന്റ് അടിക്കുക. അയ്യോ, നിങ്ങൾക്ക് ഇതുവരെ എജു താലിം എന്താണെന്ന് അറിയത്തില്ലേ? നോ വറീസ്, ഞാൻ പറഞ്ഞുതരാം. വെറും 6 മാസം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അഫിലിയേറ്റഡ് SSLC+2 നിങ്ങൾക്ക് നേടാം. അതും വെറും 5 വിഷയം മാത്രം മതി. അതായത് ഓൺലൈൻ ആയോ ഡിസ്റ്റൻസ് ആയോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രിയോ PGയോ നേടാം. ലൈവായിട്ട് ഓൺലൈൻ ക്ലാസ്സസും ഓൺലൈൻ എക്സാംസും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടേഴ്സിനും ഒരേപോലെ വാലിഡ് ആണ്. എംബസി അറ്റസ്റ്റേഷൻ, എമിഗ്രേഷൻ അപ്രൂവ്ഡ് ആണ്. വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എജു താലിം
താലിം മന്ത്ലി ഗിവ് നടത്തുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആയ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഫോളോ അടിച്ചാൽ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുകയും ചെയ്യും, ഗിവ് അവേയിൽ ഓട്ടോമാറ്റിക്കലി പങ്കെടുക്കുകയും ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, എജു താലിമിനെ കോൺടാക്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. നേരെ ചെക്ക്ഔട്ട് ചെയ്യുക, ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം അത് ഇവരുടെ പേരിലല്ല, ഞങ്ങളുടെ പേരിലായിട്ടില്ല. ഞങ്ങളിപ്പോൾ അടുത്ത വീട്ടുകാരെ കൊണ്ട് ഒരു 1.5 സെൻറ്റ് സ്ഥലം 1 ലക്ഷത്തിന് ഒരു 1.5 ലക്ഷം ഉറുപ്പ് കൊടുത്തിട്ട് 1.5 സെൻറ്റ് സ്ഥലം മേടിച്ചതാണ്. ഞങ്ങളുടെ പേർക്കായിട്ടില്ല. എത്ര നാളായി? 8 വർഷമാവും ഇല്ലേ? ഇനി ഞങ്ങൾക്ക് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഓണറിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം. അത് നമ്മൾക്ക് അവർക്ക് കൊടുത്തു, പണമെല്ലാം നമുക്ക് തന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് അവർക്ക് കഴിക്കുക റേഷൻ ചെയ്യാനൊരു കഴിവില്ല. അപ്പോൾ അവർ പിന്നെ കഴിക്കാം, കുറച്ച് അവധി ഒരു 2-3 മാസം കണ്ട് പെൻഷൻ കിട്ടും. അത് കിട്ടിയിട്ട് അവർ കഴിക്കാറ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിയുന്നതാണ്. ഞാനിവിടെയൊക്കെ പണ്ട് ചെറുപ്പത്തിലേ ഞാനിവിടെ ഉള്ളതാണ്, കൂട്ടുകാരികളാണ്. അങ്ങനെ നമ്മൾ ഭയപ്പെട്ടതുപോലെ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരത്തില്ല. സ്ഥലം അവരുടെ പേരിലോട്ട് ഉടനെ തന്നെ ആകും. അങ്ങനെ രാവും പകലും പണി, വീട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും ഒരേപോലെ ഒരു സർപ്രൈസ്. അത് നമ്മൾ കൊടുക്കണമെങ്കിൽ ലോ പ്രൊഫൈലായി വർക്ക് ചെയ്യും. അതിനായി നമ്മൾ സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് പാതിരാത്രിയാക്കി. കഴിഞ്ഞ 3 മാസമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാത്തത് കൊണ്ട് വരുമാനവും ആകെ പ്രശ്നത്തിലാണ്. കുറച്ചധികം കാശ് വീട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യും. കൺസ്ട്രക്ഷനിലോ ലക്ഷറിയിലോ ഒരു ലേശം പോലും കോംപ്രമൈസ് ചെയ്യാതെ എവിടെ നമുക്ക് പിടിക്കാൻ പറ്റും? നോ അതർ ഓപ്ഷൻ. അങ്ങനെ നമ്മളും കൂടി ഗോതയിൽ ഇറങ്ങി. നമ്മൾ കോമ്പൗണ്ട് മൊത്തം അടച്ചുപൂട്ടി ക്യൂരിയോസിറ്റി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആൾക്കാരുടെ ക്യൂരിയോസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ അതിന്റെ ഡ്രോബാക്സുകൾ കണ്ടു തുടങ്ങി. നമ്മൾ എത്ര തന്നെ അടച്ചുപൂട്ടി വെച്ചാലും ആൾക്കാർ കണ്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ സെക്യൂരിറ്റിനെ നിയമിച്ചു. ഞാനിപ്പം ഇവിടെ വന്നിട്ട് 37 ദിവസമായി. എൻ്റെ അമ്മ തന്നെ പറഞ്ഞ നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, വീട്ടിൽ വന്നില്ലെങ്കിൽ. അമ്മയ്ക്ക് തോന്നില്ല ഇത് ഈ ഉമ്മാർ എന്തോ അവിടെ ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. എന്റെ മക്കളെ എനിക്കത് പറയാൻ കിട്ടില്ല. എന്റെ അമ്മേന്റെ അടുത്തത് പറഞ്ഞ എനിക്കാകെ ടെൻഷനാണ്. അല്ല അമ്മ കണ്ടില്ലല്ലോ. കണ്ടില്ല. അപ്പച്ച ഞാൻ എന്താ അവിടെ തട്ടിക്കൊട്ടി വെച്ചിരിക്കുന്നത്? എന്താ അറിയില്ല. അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? മറ്റേ അതിശയങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്. നിങ്ങൾ 7 ദിവസം മാറിയിരിക്കും, വന്നതിന് ശേഷം ഒരു അതിശയം കാണുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു അതിശയം അവിടെ കാണുന്നുണ്ട്. ഇത്രയും ദിവസം നമ്മളിത് മൂടി വെക്കാൻ പറ്റിയ പാട്. ഞങ്ങളോട് 7 ദിവസം പറഞ്ഞത്. 7 ദിവസം കഴിഞ്ഞ ഒരു അതിശയം കാണുന്നുണ്ടോ? ഞാൻ 7 മാറ്റി 37 ദിവസമായി. 37 ദിവസമായി. പരാതി ഉണ്ടോ? ഒരു പരാതിയില്ല. അതിശയം ഉണ്ട് ഇവിടെ. ഇത്ര വലിയ പ്രതീക്ഷയൊന്നും വെക്കരുത്. അല്ല, വെക്കരുത്. ഞങ്ങൾ നേരത്തെ കിടന്നത് എങ്ങനെയാണ്? ചോർന്നൊലിക്കുന്ന വീട്, ഇഴജന്തുക്കൾ വരുന്ന വീട്, ബക്കറ്റ് 4 സൈഡും വെച്ചിട്ട് ചോർന്നവിടെ. പക്ഷെ അതിനൊരു മാറ്റം വന്നാൽ മതി. പോട്ടെ. ടൂറിസ്റ്റ് ബംഗ്ലാവ് പോലെ ഉണ്ടല്ലോ. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നോ? അമ്മ അന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് തീരെ നിവൃത്തിയില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ അപ്പച്ചനെ പറഞ്ഞു, അപ്പച്ച എനിക്ക് കഴിയുമ്പോൾ ഞാൻ ചെയ്യും.
താങ്ക് യു എല്ലാരും വന്ന്. എന്റെ പൊന്നമ്മച്ചി പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അമ്മച്ചി വേണ്ടാത്തൊന്നും വരുത്തി വെക്കരുത്, സന്തോഷിക്കാനുള്ള നിമിഷമാണ്. ഇതിനെക്കാട്ടും വലിയ രീതിയിൽ ഞെട്ടിക്കടിക്ക് അറിയാം, പക്ഷെ അമ്മച്ചി പ്രായം നോക്കണേ കേട്ടോ. സന്തോഷോട്ടിരിക്കുന്നേ, എനിക്ക് ചിരിച്ചു കളിച്ചിട്ട് തിരിച്ച് പോകണ്ട വീട്ടിലോട്ട് കേട്ടോ. അമ്മച്ചി എനിക്ക് സ്നേഹത്തോടൊരു പൊട്ട് തന്നിട്ടുണ്ട്. അമ്മച്ചി സ്നേഹത്തോട് പൊട്ട് തന്നിട്ടുണ്ട്. ഇത് കൊടുക്കണേക്കിട്ട് നമുക്ക് ആവശ്യം വരും. ഇരവും വെറുതെ ഒഴുകി ഉടലും ഉയരും അറിയാതുരുകി ഇനിയുണരുമ്പോഴൻ പകൽ തൊടും ഇതളേ ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തിനും കൂടാനോത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോ. അങ്ങനെ 3 പേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന ഈ ഒരു കൊച്ചു വീടിനെ ഇന്ന് 500ഓളം ആൾക്കാരെ ഒരു കുടക്കീഴിൽ പാർപ്പിക്കാൻ പറ്റുന്ന ഒരു ലക്ഷറി റിസോർട്ടായി മാറ്റി. തീർന്നില്ല, കുറെ ആൾക്കാരെ സന്തോഷിപ്പിക്കാനും. കേവലം 12 മിനിറ്റിന്റെ വീഡിയോയിൽ നമ്മൾ എടുത്തത് 42 ദിവസമാണ്. മാസങ്ങളായാലും വർഷങ്ങളായാലും നമ്മൾ ചെയ്തിരിക്കും. അപ്പച്ചൻ പറയുന്നത് ഈ വീടിന് 7 ലക്ഷം എന്ന് പറയുന്നത്, അമ്മ പറയുന്നത് ഈ വീടിന് ഒരു 5 ലക്ഷം എന്ന് പറയുന്നത്. ഇതിന്റെ വില ഞാൻ പറയുകയാണ് കേവലം 1 രൂപ. പോയാലും കുന്നത്ത് വെച്ച് വളർത്തുപോയാലും